ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് മെയ് മാസം 21-ാം തീയതിയാണ്. ഈ നല്ല ദിനത്തിൽ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് സംഖ്യാപുസ്തകം 20-ാം അധ്യായമാണ്. ഈ അധ്യായത്തിൽ പ്രധാനമായി പറഞ്ഞിട്ടുള്ളത് ഏദോമിൻ്റെ പാപത്തെക്കുറിച്ചാണ്. ഏദോമിൻ്റെ പാപം, അങ്ങനെയൊരു പാപമുണ്ടോ? അങ്ങനെയൊരു പാപമുണ്ട്, ഏദോമിൻ്റെ പാപം. എന്താണത്? കാദേശിലെത്തിയതായിരിക്കുന്ന ജനം കനാനിലേക്കുള്ള തങ്ങളുടെ യാത്രയിൽ ഏതോം ദേശത്തുകൂടെ കടന്നു പോകേണ്ട ആവശ്യം വന്നു. അതെവിടാണ് നോർമലായിട്ട് അവർ പോകേണ്ടത്? ഏശാവിൻ്റെ ജനമാണ് ഏദോമിയർ എന്ന് പറയുന്നവർ. അതെ, ഇസ്രായേലിൻ്റെ സഹോദരന്മാരാണ് അവർ സ്വന്തം സഹോദരന്മാരാണ്. മോശ ദൂതന്മാരെ ഏദോം രാജാവിൻ്റെ അടുക്കൽ അയച്ചിട്ട് ഏദോം രാജാവിനോട് പറഞ്ഞു, മിസ്രൈമിലായിരുന്ന കാലത്ത് അവർക്കുണ്ടായതായിരിക്കും ദുരിതങ്ങളെക്കുറിച്ച് വിവരിച്ച് പറഞ്ഞു. അതിനുശേഷം ദൈവം അവരെ അതിശയകരമായി മിസ്രൈമിൽ നിന്നും വിടുവിച്ചതിനെക്കുറിച്ച് പറഞ്ഞു. ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത കനാൻ നാട്ടിലേക്കുള്ള യാത്രയിലാണെന്ന് പറഞ്ഞു. എന്നിട്ട് അവരോടൊരു അപേക്ഷ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ ഏദോമിൻ്റെ ഹൈവേയിൽ കൂടെ മാത്രമേ പോകത്തുള്ളൂ, ഞങ്ങൾ വേറെ എങ്ങോട്ടും പോകില്ല. ഹൈവേ ഉണ്ട്, മുഴുവൻ ഏദോം ക്രോസ് ചെയ്ത് ഹൈവേ ഉണ്ട്, അതിലൂടെ ഞങ്ങൾ പൊക്കോളാം. ഞങ്ങളിതിൻ്റെ കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കുകയില്ല, ഞങ്ങളൊന്നും ചെയ്യില്ല, ഞങ്ങളിങ്ങനെ ഹൈവേ കൂടെ നടന്നങ്ങ് പൊക്കോളാം. ഇനി ആരെങ്കിലും വെള്ളം കുടിച്ചതിൻ്റെ കാശ് ഞങ്ങൾക്ക് തരാമല്ലോ, നീ ഞങ്ങളെ ഹൈവേയിൽ കൂടെ പോകാനായിട്ടൊന്ന് അനുവദിക്കണം എന്ന് പറഞ്ഞു. സഹോദര ബന്ധത്തിലൂടെയാണ് അത് ചോദിക്കുന്നത്. പക്ഷേ ഏതോ എന്ത് ചെയ്തു? ഏതോ പറഞ്ഞില്ലെന്ന് പറഞ്ഞു, എൻ്റെ നാട്ടിൽ കൂടെ പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല, നിങ്ങൾ പോയ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു, കാലുകുത്തി പോരെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് ഇസ്രായേൽ മക്കൾ യുദ്ധത്തിനൊന്നും പോയില്ല അവരോട്, കാരണം സഹോദരന്മാരാണല്ലോ. ഇസ്രായേൽ മക്കൾ വളഞ്ഞ വഴിയെ പോയി, കൂടുതൽ ദൂരം കഷ്ടപ്പെട്ട് യാത്ര ചെയ്യേണ്ടി വന്നു. ഏദോമിനെ ചുറ്റി പോകേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് അവർക്ക് കുറേ ദിവസങ്ങൾ തന്നെ കൂടുതൽ യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഏദോമിൻ്റെ പാപമെന്ന് പറഞ്ഞാൽ അതാണ്. അവർക്ക് നഷ്ടമില്ലാത്തൊരു കാര്യമാണ്, സഹോദര സ്നേഹത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ അങ്ങനെ ഒരു ഔദാര്യം, ചിലവ് ചെയ്തുള്ള ഔദാര്യമല്ല, ചിലവൊന്നും ഇല്ലാത്ത ഔദാര്യം കാണിപ്പാനായിട്ട് ആവശ്യപ്പെട്ടിട്ട് അവർ ചെയ്തില്ല. അതാണ് ഏദോമിൻ്റെ പാപം. എന്താണത്? പൂർവ്വ വൈരാഗ്യം വെച്ച് പ്രവർത്തിക്കുന്ന പാപങ്ങൾ. ഏശാവും യാക്കോവും തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ ഏശാവിന് ചില നഷ്ടങ്ങളൊക്കെ വന്നു. അതൊക്കെ നടന്നകാല സംഭവങ്ങളായ യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷേ ആ വൈരാഗ്യം ഏദോമിയർക്ക് എന്നും ഉണ്ട്. അവരുടെ അപ്പന് കിട്ടേണ്ടതായിരിക്കുന്ന അനുഗ്രഹം യാക്കോബ് സൂത്രത്തിൽ ഏശാവിനോട് തട്ടിയെടുത്തു. ജ്യേഷ്ഠാവകാശവും തട്ടിയെടുത്തു, അനുഗ്രഹങ്ങളും തട്ടിയെടുത്തു. ആ ഒരു വൈരാഗ്യം, അതുകൊണ്ട് ആ പക അവരുടെ മനസ്സിലെപ്പോഴും കിടക്കുകയാണ്. രക്തബന്ധത്തെ പോലും ഓർക്കാതെ അവർ പ്രവർത്തിക്കാനിടയായി. ഇന്നും അങ്ങനെയാണ്. ബലഹീനതയിലും ക്ഷീണത്തിലും ഇരിക്കുന്ന സ്വന്തപ്പെട്ടവരോട് കരുണ കൂടാതെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. സാമ്പത്തിക ഭാരമൊന്നും വരുത്തുന്നതല്ല, വെറുതെ ഒന്ന് കടന്നുപോയാൽ മാത്രം മതി, അതിനനുവദിക്കണമെന്ന് പറഞ്ഞാൽ പോലും അവർ അനുവദിക്കുകയില്ല. ലോകത്തിലെ ആളുകളുടെ ഇടയിൽ അത് കാണാം. പക്ഷേ രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിൽ അങ്ങനെയുള്ള ആളുകളുണ്ടോ എന്ന് ചോദിച്ചേക്കാം. ഉണ്ട് എന്നാണ് ഉത്തരം. അങ്ങനെ ചില ആളുകളുണ്ട്. പൂർവ്വ വൈരാഗ്യം വെച്ച് അവർ ചില കുടുംബ വഴക്കുകളുണ്ട്, തലമുറകളായി നടന്ന കുടുംബ വഴക്കുകൾ അങ്ങനെയുണ്ട്. ഞാനങ്ങനെ ഒരാളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. എനിക്ക് പരിചയമുള്ള ഒരാളാണ്. വർഷങ്ങളായിട്ട് തലമുറകളായിട്ട് നിൽക്കുന്നൊരു പകയുണ്ട്. പക ആരാണ് വലിയവരെന്ന ചോദ്യം ആണെന്ന് അവരുടെ അപ്പന്മാർ തമ്മിലുണ്ടായിരുന്നത്. നീയാണോ ഞാനാണോ എന്ന്. അതിൽ ഒരാളെ കടത്തി വെട്ടി. ആ കടത്തി വെട്ടപ്പെട്ടവരായിരിക്കുന്ന ആളുകൾക്ക് എന്നും പകയാണ്. എവിടെയൊക്കെ അവസരം കിട്ടിയാലും അവരതിന് പ്രതികാരം ചെയ്യാനായിട്ട് ഒരുപെടുന്ന കണ്ടിട്ടുണ്ട്. അത് ഏദോമിൻ്റെ പാപമാണ്. അങ്ങനെ ആ പാപം നമുക്ക് വേണ്ട. പക്ഷേ അത് ക്ഷമിക്കപ്പെടാത്ത ഒരു അപരാധമായിട്ടാണ് ഏദോമിൻ്റെ പാപം ഇരിക്കുന്നത്. സാമാന്യ മര്യാദയുടെ ലംഘനമാണ് ഏദോമിയർ ചെയ്തത്. ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഹൈവേയിലൂടെ പോകണം. ഇന്ത്യ ഇപ്പോൾ ചില ഫ്ലൈറ്റുകൾ പോകുന്ന പാകിസ്ഥാൻ്റെ പുറത്തുകൂടെയാണ്. അതിനവർ അവസരം കൊടുക്കാറുണ്ട്. യുദ്ധകാലത്ത് മാത്രമേ ചിലപ്പോൾ അങ്ങനെ കൊടുക്കാറില്ല, അല്ലാത്ത കാലത്തൊക്കെ പറക്കാൻ അവർക്കും കൊടുക്കും ഇവർക്കും കൊടുക്കും. അങ്ങനെയാണ്. അങ്ങനെയുള്ളതായിരിക്കുന്ന കടലിൽ കൂടെ പോകുമ്പോഴും അങ്ങനെയാണ്. അങ്ങനെയുള്ളതായിരിക്കുന്ന ഔദാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടമില്ലാത്ത ഔദാര്യങ്ങളാണ്, മറ്റവർക്കത് വളരെ സഹായകരവുമാണ്. പക്ഷേ ഏദോമിയർ അതിനനുവദിച്ചില്ല. കരുണയില്ലാത്ത ഹൃദയത്തിൻ്റെ പ്രകടനമായിരുന്നു ഏദോമിയർ കാണിച്ചത്. നീതിമാനായ ദൈവം ഏദോമിനോട് ക്ഷമിച്ചില്ല എന്ന് ഏദോമിൻ്റെ ഭാവികാല ചരിത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവം അത് ക്ഷമിച്ചില്ല. നല്ല ശമരിക്കാരനെ പോലെ പെരുമാറണമെന്നാണ് ദൈവം നമ്മോട് ആജ്ഞാപിച്ചിട്ടുള്ളത്.
നല്ല ശമരിയക്കാരനെന്ന് പറഞ്ഞാൽ അവൻ്റെ ശമരിയക്കാരൻ യഹൂദന്മാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. യഹൂദന്മാർ ശമരിയയിൽ കൂടെ കടന്നു പോകില്ല. ശമരിയ കൂടെ പോകുന്നത് തന്നെ പാപമായിട്ട് അവർ കണക്കാക്കുന്നത്. അങ്ങനെയുള്ള ശമരിയക്കാരനാണ്. യഹൂദന്മാർ വളരെ വെറുത്തവരാ ശമരിയക്കാർ. ആ ശമരിയക്കാരനാണ് ഒരു യഹൂദന് അപകടമുണ്ടായപ്പോൾ അവനെ താണിറങ്ങി അവൻ്റെ കയറ്റി, അവൻ്റെ വാഹനത്തിൽ കയറ്റി, അല്ലെങ്കിൽ അവൻ്റെ ജന്തുവിൻ്റെ മേൽ കയറ്റി സത്രത്തിൽ കൊണ്ടുപോയി അവന് വേണ്ടി ചെലവ് ചെയ്തത്. കർത്താവ് പറഞ്ഞു, നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യാൻ പറഞ്ഞു. നിങ്ങളും അങ്ങനെ, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. അതാണ് കർത്താവ് നമുക്ക് പഠിപ്പിച്ചതായിരിക്കുന്ന മാതൃകാ പാഠം, മോറൽ ലെസൺ എന്നുള്ളത്. നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് പോലും നന്മ ചെയ്യേണ്ടവരാണ് നാം. അങ്ങനെയെങ്കിൽ പിന്നെ നമുക്ക് ബന്ധമുള്ളവർക്ക് നാം എത്രയധികം നന്മ ചെയ്യണം. നന്മ ചെയ്യുന്നവരായിട്ട് നാം ജീവിക്കണം. നമ്മുടെ വൈരാഗ്യങ്ങളും കുടുംബ ഫ്യൂഡെന്ന് പറയും, ഫാമിലി ഫ്യൂഡും അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളതൊക്കെ ഉപേക്ഷിക്കണം. അതൊക്കെ കർത്താവിൻ്റെ നാമത്തിൽ നാം ക്ഷമിക്കണം. കർത്താവ് പ്രാർത്ഥിച്ചില്ലേ, പിതാവേ അവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകിയാൽ അവരോട് ക്ഷമിക്കണമേ എന്ന്. ക്ഷമിക്കുവാനുള്ളതായിരിക്കുന്നൊരു കഴിവ് നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഏദോമിൻ്റെ പാപം മാറാത്ത പാപമാണ്. അതിനൊരു പ്രതികാരം അനുഭവിക്കുകയും വളരെയധികം കഷ്ടം അനുഭവിക്കുകയും ചെയ്തു. അത് ഒഴിവാക്കാമായിരുന്നു, പക്ഷേ അവർ ഒഴിവാക്കിയില്ല. ഇന്ന് നമ്മൾ അങ്ങനെയാണ്. പലതും നമുക്ക് ഒഴിവാക്കാം, പക്ഷേ നമ്മൾ ഒഴിവാക്കുകയില്ല. നമ്മുടെ വൈരാഗ്യമുള്ളതായിരിക്കുന്ന മനോഭാവം മുറുകെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് നാം ഒരിക്കലും ഇഷ്ടപ്പെടാത്ത, ആഗ്രഹിക്കാത്തതായിരിക്കുന്ന ആപത്തും അനർത്ഥങ്ങളും വന്നു ചേരുവാനിടയാകും. അങ്ങനെയല്ലാതെ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കി നമുക്ക് ജീവിക്കാം. അതിനുള്ളതായിരിക്കുന്ന കൃപ ദൈവം തരട്ടെ. അതിനുള്ള കരുണ ദൈവം നമ്മോട് കാണിക്കട്ടെ. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.